ഇന്ന് രാവിലെ 10:30 കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി കോട്ടയത്ത് ഇവിടെ വെച്ച് ഈ ഹോളിൽ വെച്ച് കൂടുകയുണ്ടായി. ഏതാണ്ട് ഇപ്പോൾ സമയം ഒരു 5-5:15 വരെ നീണ്ടു നിന്ന അവലോകന യോഗം ചർച്ചയും നടത്തുകയുണ്ടായി. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും 3-4 പേർ ഒഴികെ അവര് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുഴുവൻ സമയവും പങ്കെടുക്കുകയുണ്ടായി. 3-4 പേര് ഒരു വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവര് ലീവ് നേരത്തെ പറഞ്ഞതാണ്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വന്ന് പങ്കെടുക്കുകയുണ്ടായി. പൊതുവെ പറയുമ്പോൾ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പില് UDF ഒരു വൻ വിജയം നേരിടുകയുണ്ടായി. കേരള കോൺഗ്രസ് പാർട്ടി UDFന്റെ വിജയിച്ച അല്ലെങ്കിൽ ആ മുന്നണിയെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാ പ്രവർത്തന വിജയ ആശംസകളും പാർട്ടിയുടെ നേതൃത്വത്തിൽ നേരുകയാണ്. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 12 സീറ്റുകളിലാണ് ഞങ്ങൾ മത്സരിച്ചത്. ആ 12 സീറ്റുകളും നമുക്കറിയാവുന്നതുപോലെ വിജയിക്കാൻ കഴിയാതെ പോയി. എല്ലാ സ്ഥാനാർത്ഥികളും, അത് മുൻ MLA-മാരും പുതിയതായിട്ടുള്ള സ്ഥാനാർത്ഥികളും വലിയ ഒരു പോരാട്ടമാണ് നടത്തിയത്. എല്ലായിടത്തും വലിയ ഒരു ഒരു വിജയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് UDFന്റെ ഒരു തരംഗം എന്ന് തന്നെ പറയാം. അതിൽ 12 സീറ്റുകളും നമുക്ക് വിജയിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി 14 ജില്ലകളിലും എല്ലാ 140 നിയമസഭാ മണ്ഡലങ്ങളിലും, അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും സംഘടനാബലം ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൽ ഒരു ചോർച്ചയും ഇല്ല. വളരെ ശക്തമായിട്ട് തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എത്രയോ, പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടികളൊക്കെ പലതും ആ സംസ്ഥാനത്തൊക്കെ ഭരണത്തിൽ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പല തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവർക്ക് പൂർണ്ണമായ തോൽവി ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ DMK, തമിഴ്നാട്ടിലുള്ള DMK ഉൾപ്പെടെ തെലുങ്കുദേശം ഉൾപ്പെടെ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അതിന് ആ സംസ്ഥാനത്ത് ഭരിക്കുവാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചില തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായി പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഭരണത്തിൽ നേതൃത്വം കൊടുത്ത് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പരാജയം എന്ന് പറയുന്നത് തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൽ അവിടെ ഒരാളെ ജയിക്കുകയുള്ളൂ. അവിടെ പാസ് മാർക്കോ ആയിട്ട് ഒന്നുമില്ല. അവിടെ പരാജയം വന്നു, അതിനെ ജനവിധി മാനിക്കുന്നു. തീർച്ചയായും എന്താണ് പോരായ്മകൾ, അത് പാർട്ടിയുടെയാണോ മുന്നണിയുടെയാണോ എന്ന് പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങും. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പോരായ്മ ഉണ്ടായത്? വികസന കാര്യത്തിലാണോ, പ്രവർത്തന കാര്യത്തിലാണോ, എവിടെയാണ് കാര്യക്ഷമതയില്ലാതെയായി പോയത് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലാ പ്രസിഡന്റ്, ഞങ്ങൾ മത്സരിച്ച ജില്ലകളിൽ ആണെങ്കിലും അല്ലെങ്കിലും അവിടെയെല്ലാം ചർച്ചകൾ നടത്തി എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ഇവിടെ എത്തിയിരുന്നു. 14 പേരും അവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. പ്രത്യേകിച്ച് ഞങ്ങൾ മത്സരിച്ച പ്രദേശങ്ങളിലായ അത് തൃശ്ശൂരും എറണാകുളത്തും ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും കണ്ണൂരും ഈ മേഖലയിലാണ് മത്സരിച്ചത്. മത്സരിച്ച ആ പ്രദേശങ്ങളിൽ ജില്ലാ പ്രസിഡന്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും അതിന്റെ യഥാർത്ഥ ചിത്രം താഴെത്തട്ടിലേക്ക് നമ്മൾ ചെന്ന്, അത് നിയമസഭാ മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലം തലത്തിലുള്ള ജനറൽ ബോഡി വിളിച്ചുകൂട്ടി അവിടത്തെ ചിത്രം മനസ്സിലാക്കിയാലേ ഉള്ളൂ, ആഴത്തിൽ മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് വ്യക്തമായ ഒരു കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ജനറൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 7-ാം തീയതി LDF നമ്മൾ കൂടിയിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട്
നമ്മുടെ അവിടെ മുന്നണി യോഗം കൂടി അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. കൃത്യമായി ജനറലായിട്ട് പറഞ്ഞ അതിന്റെ കൺവീനർ പത്രസമ്മേളനം നടത്തി. പക്ഷെ അവരൊക്കെ മുന്നോട്ട് വെച്ചൊരു കാര്യം, പാർട്ടി അതാത് പാർട്ടികളുടെ LDF പാർട്ടികൾ ഇതുപോലുള്ള യോഗം വിളിച്ചു കൂട്ടി അതിന്റെ വിശദമായി പഠിച്ച് ജൂൺ 15 ശേഷം കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതൊക്കെയാലും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ 16-ാം തീയതിയോടുകൂടി ജില്ലയുടെ പൊതുയോഗം കൂടി അതിനുശേഷം 27-ന് മുമ്പായിട്ട് അവിടെ ഓരോ പ്രദേശങ്ങളിലും ഉള്ള നിയമസഭാ മണ്ഡലങ്ങളിലുള്ള അവിടുത്തെയുള്ള ജനറൽ ബോഡി വിളിച്ചുകൂട്ടി അവിടുന്ന് മണ്ഡലം തലത്തിൽ വാർഡ് തലത്തിൽ ഈ മാസം അവസാനത്തോടുകൂടി ആ റിപ്പോർട്ടുകൾ നൽകാനായിട്ടുള്ള ഒരു നിർദ്ദേശം പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം വളരെ ശക്തമായി നമ്മുടെ സംഘടനാ ബലം അവിടെ നിൽക്കുകയാണ്. അത് കൂടുതൽ കരുത്തോടുകൂടി നമുക്കറിയാം, ഒരു പരാജയം വരുമ്പോൾ അത് മുന്നോട്ട് നീങ്ങുവാൻ കൂടുതൽ നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള സംഘടനാ തലത്തിലുള്ള മുന്നോട്ട് പോകും. അതിനുള്ള നടപടികളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. പൊതുവെ പറയുമ്പോൾ പല കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം, ഏതെങ്കിലും ഒരു കാരണം മാത്രമല്ല. പക്ഷെ കാരണങ്ങൾ പറയുമ്പോൾ വികസന കാര്യത്തിൽ ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല ഇന്ന വികസനം നടത്തിയില്ലെന്നോ അല്ലെങ്കിൽ നടത്തിയത് കുറഞ്ഞു പോയെന്നോ ഒന്നുമില്ല. വികസനങ്ങൾ നടത്തിയ, പക്ഷെ വികസനം അതേത് ക്ഷേമ പെൻഷനാകട്ടെ അതൊക്കെ കൃത്യമായി അങ്ങ് നടത്തിയ ഒരു എക്സിക്യൂട്ടീവ് രീതിയിലേക്ക് പോയതിനപ്പുറത്തേക്ക് അത് ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ പൂർണ്ണമായി കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം. എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ മുഖം കൊടുക്കുവാൻ, ഈ വികസനത്തിനൊക്കെ ഒരു ജനകീയ മുഖം കൊടുക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം അതിനകത്ത് ഈ ചർച്ചയിനകത്ത് വരികയുണ്ടായി. അതോടൊപ്പം തന്നെ പലരും സംസാരിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഒരു വിഷയം, എല്ലാ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മിക്കവാറുമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ CPM-ന്റെ അണികളുടെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ചർച്ചയിൽ ഇവിടെ വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, അപ്പോൾ ഒരു ജനകീയ മുഖത്തിന്റെ കാര്യമുണ്ട്, അതുപോലെ CPM-ന്റെ ക്രോസ് വോട്ടിങ്ങിന്റെ കാര്യത്തിലുണ്ട്, വികസനം താളത്തട്ടിൽ തന്നെ ചെന്ന് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കാര്യത്തിലുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ ഒരു കുറച്ച് അകന്നുപോയി അവരുടെ എന്താണ് ആ ഒരു യോജിപ്പ് മറുവശത്ത് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരു തരത്തിൽ പറഞ്ഞ വലിയൊരു ക്യാമ്പയിൻ ഇതിനു മുമ്പ് എന്താണ് ഒരു 6-8 മാസക്കാലമായി മീഡിയയിൽ കൂടെ വന്നൊരു ചർച്ച, ഒരു നരേറ്റീവ് കൊണ്ടുവന്നു. അതിന്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. RSS LDF-മായി ഡീൽ നടത്തുന്നു എന്ന് പറഞ്ഞു. അത് ബോധപൂർവമായിട്ടുള്ള ഒരു നരേറ്റീവ് എന്ന് മീഡിയക്കകത്തൂടെ കൊണ്ടുവന്നു എന്ന് ഞാൻ കരുതുന്നു എന്നുള്ളൊരു ചർച്ചയാണ് ഈ യോഗങ്ങളിലൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ചില ന്യൂനപക്ഷങ്ങള് LDF-ന് പണ്ട് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷങ്ങള് അത് അകന്നുപോയി. പക്ഷെ ആ ഒരു ക്യാമ്പയിൻ, ഒരു നരേറ്റീവ് ബോധപൂർവം ചില മേഖലകളിൽ സൃഷ്ടിച്ചു, UDF സൃഷ്ടിച്ചു, ചില മീഡിയ അതിന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇപ്പോൾ മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, നമുക്ക് പലപ്പോഴും എപ്പോഴും ചില പരിഹാസങ്ങളും അല്ലെങ്കിൽ വെല്ലുവിളികളും ഒക്കെ അപ്പുറത്തെ വശത്തു നിന്ന് PJ ജോസഫ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നതാണ്. എന്താണ് അവര് 7 സീറ്റ് വിജയിച്ചു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. ഇവിടെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യമുണ്ടത്, ഇപ്പോൾ ഇത് സാധാരണ രീതിയിൽ വോട്ട് ഷെയർ ആണുള്ളവര് സാധാരണ 2021 6,84,363 വോട്ടാണ് കേരള കോൺഗ്രസിന് ലഭിച്ചത്. അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ലഭിച്ചത് 5,54,115 വോട്ടാണ്. അവിടെയും കേരള കോൺഗ്രസ് മുന്നിലാണ്. 2026 കേരള കോൺഗ്രസിന് ലഭിച്ച ടോട്ടൽ വോട്ട് 5,61,157 ആണ്.
അതേ സമയത്ത് കേരള കോൺഗ്രസ് ജോസഫിന് ലഭിച്ച് 5,25,323 വോട്ടാണ്. പൂർണ്ണമായും നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആ വോട്ട് ഷെയർ അല്ലെങ്കിൽ വോട്ട് എന്ന് പറയുന്നത് ജോസഫ് ഗ്രൂപ്പിനേക്കാൾ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഒരു ജനറൽ ആയിട്ട് ഞങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിജയിച്ച ആളുകൾ, അത് പൊതുവെ ഏതെങ്കിലും പൊതുവെ അതൊരു കുറ്റകരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് ആ ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷം വേണം. വോട്ടർമാരുടെ വോട്ട് ചെയ്ത് 100 പേരാണെങ്കിൽ 51 പേര് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ ഭൂരിപക്ഷം കിട്ടുന്നത്. ബഹുഭൂരിപക്ഷം MLA-മാരെ വിജയിച്ചിരിക്കുന്നവര് ന്യൂനപക്ഷമാണ്. കാരണം നമ്മൾ വോട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ ആ വോട്ടുകൾക്കാളേക്കാൾ കൂടുതൽ അപ്പുറത്തെ വശത്ത് അവിടെ വന്നെങ്കിൽ അത് ഇടതുപക്ഷമോ NDA-യുടെ വോട്ടുകൾ നോക്കുമ്പോൾ ഇപ്പോൾ 1 ലക്ഷമാണെന്നുണ്ടെങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് പൂർണ്ണമായും ഒരു ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞാൽ 50% താഴെ നിൽക്കുന്നു. അത് പാല ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങൾ, അത് ആലിയപ്പള്ളിയോ പൂഞ്ഞാറോ ഏതെടുത്ത് നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലത്തിൽ വിജയിച്ച MLA-മാർക്ക് പോള് ചെയ്ത വോട്ടിന്റെ 50% കൂടുമ്പോഴാണല്ലോ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതിന്റെ താഴെയാണ് നിൽക്കുന്നത്. ആ രീതി നോക്കുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്? അതിനകത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മുടെ കേരള സംസ്ഥാനത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥികൾ എടുക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ എടുക്കുമ്പോൾ സീറ്റുകൾ ചെറിയ ഭൂരിപക്ഷത്തിനാണ് അല്ലെങ്കിൽ നമ്മുടെ മാർജിനാണ് പരാജയപ്പെട്ടത്. അത് പാലാ എടുത്താലും റാന്നി എടുത്താലും കാഞ്ഞിരപ്പള്ളി എടുത്താലും പൂഞ്ഞാർ എടുത്താലും അത് ചങ്ങനാശ്ശേരി എടുത്താലും അത് 10,000 വോട്ടിന് താഴെ ഉള്ള ചങ്ങനാശ്ശേരി 8,000 ആണെങ്കിൽ, പൂഞ്ഞാർ 6,000 ആണെങ്കിൽ, കാഞ്ഞിരപ്പള്ളി 5,000 ആണെങ്കിൽ, റാന്നി 4,000 സംതിങ് ആണെങ്കിൽ, പാലായി 2,900 ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളൊരു ക്ലോസ് ഫിനിഷ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ മറ്റു പ്രദേശങ്ങളിൽ കൂടുതലുണ്ട്. ആ രീതി നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ അണികൾ എല്ലാം കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ ഒഴുക്കിൽ നമ്മൾ വിട്ടുപോയി എന്നുള്ളത് വളരെ ശരിയാണ്. അപ്പോൾ നമ്മള് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കറിയാം, വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് കൂടുതൽ കരുത്തും കൂടുതൽ മധുരവും ഉള്ളത്. തീർച്ചയായും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം തീർച്ചയായും കേരള കോൺഗ്രസിന് മുന്നുണ്ട്. അത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടു. അതാണ് പ്രധാനമായും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും ഈ സംഘടനാപരമായ ചർച്ചകളും താഴെത്തട്ടിൽ കടന്നതിന് ശേഷം വീണ്ടും ഇരിക്കുന്നതാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നമുക്കറിയാം. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. അത് ഈ പറഞ്ഞ അവലോകന യോഗത്തിന് ശേഷം മെമ്പർഷിപ്പ് ക്യാമ്പ് തലത്തിൽ നമ്മൾ ആരംഭിക്കാൻ പോകും. ഈ പാർട്ടികളിൽ നിന്നും നമ്മൾ അകന്നുപോയ അടിസ്ഥാന വിഭാഗങ്ങളുണ്ട്. അവരെ ഒക്കെ നമ്മൾ ഒന്നുകൂടെ ചിലപ്പോൾ എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ യോജിപ്പിച്ചു നിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ, ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോഴുള്ള നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ ഓരോ ജില്ലകളിൽ 2 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർക്ക് ചാർജ് കൊടുത്തുകൊണ്ട് ആ യോഗങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയി അതിന്റെ റിപ്പോർട്ട് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള തീരുമാനങ്ങൾ എടുക്കും. ഇത് താഴെത്തട്ടിൽ പോയി പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ ഇത് കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ജനറൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അതിനകത്ത് ഏതൊക്കെ പ്രദേശത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് അത് കൃത്യമാണല്ലോ. മലബാർ മേഖല നമ്മൾ കണ്ടല്ലോ. നമ്മൾ അതിനകത്ത് ഒളിച്ചു വെക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അല്ലല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് താഴെത്തട്ടിൽ ജില്ലയുടെയും സംസ്ഥാന നിയമസഭാ മണ്ഡലത്തിന്റെയും കൂടിക്കഴിയുമ്പോഴേ ഉള്ളൂ. ഇത് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. കൂടിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബോധപൂർവമല്ല. പക്ഷെ എന്തെങ്കിലും ഒരു തരത്തിലൊരു കറക്ഷൻ ഈ ഇടതുപക്ഷം നടത്തേണ്ടതുണ്ട് എന്നതിന്
അണികൾക്ക് തോന്നിക്കൊണ്ടായിരിക്കാം ഈ പ്രചാരണങ്ങൾ പലതരത്തിൽ നടന്നു. ആ പ്രചാരണങ്ങൾ നടത്തുന്ന സോഷ്യൽ മീഡിയ നടത്തിയത് പറഞ്ഞപ്പോൾ എനിക്കെതിരെ എത്രയോ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ താങ്കൾ കണ്ടു കാണും, എത്രയോ ഉണ്ട്. അപ്പോൾ ആ പ്രചാരണങ്ങൾ ചില പ്രചരണങ്ങൾ വിജയിച്ചു കാണും, ആ ചില പ്രചരണങ്ങൾ അവരുദ്ദേശിച്ച രീതിയിൽ എത്തിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു RSSും ഇവിടെയുള്ള CPM-ഉമായി ബന്ധപ്പെട്ട് ഡീല് നടത്തി എന്നുള്ള പ്രചരണം നടത്തി. അത് ഒരു തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അത് വ്യക്തമായ വ്യാജമായ ഒരു നരേറ്റീവ് കൊണ്ടുവന്നതല്ലേ. പല കോമ്പിനേഷൻ പല ആൾക്കാരും പല രീതിയിൽ പറയും ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. ആ കോമ്പിനേഷനൊക്കെ അവരുടെ പാർട്ടികൾ ഇരുന്ന് ചർച്ച ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് അതിനെപ്പറ്റി എനിക്ക് പറയാം. മുന്നണി മാറ്റത്തിനെ പറ്റി ചർച്ച ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അധ്യായം നമ്മൾ തുറന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഒരു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുന്നണി എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു മുന്നണി മാറിയാൽ ചിലപ്പോൾ അത് ബെറ്റർ ആയിരിക്കാം. പക്ഷെ അങ്ങനെ മുന്നണി മാറാൻ കേരള കോൺഗ്രസിന് അങ്ങനെ മുന്നണി മാറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? പല കാര്യങ്ങളും പല രീതിയിലും പല മേഖലകളിലും പല അഭിപ്രായങ്ങൾ വന്ന് കാണും. ചില അഭിപ്രായങ്ങൾ ചിലപ്പോൾ മുന്നണിയെ ബാധിച്ചു കാണും, ചില അഭിപ്രായങ്ങൾ പാർട്ടിയെ ബാധിച്ചു കാണും, ചിലപ്പോൾ ബാധിച്ചില്ലായിരിക്കാം. അതൊക്കെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ എന്ന് മാത്രമേ. ലോക്സഭയിലുള്ള ഒരു തിരിച്ചടി ഞാൻ അന്ന് നമ്മളെ സൂചിപ്പിച്ചു. അതിനകത്ത് കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയില് അവർ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ അവർക്കുണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നു. അതനുസരിച്ചാണ് UDFനുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ തീർച്ചയായും കോട്ടയം ജില്ലയിൽ നമ്മൾ താരതമ്യപ്പെടുത്തപ്പോൾ അത്ര മോശമായിട്ട് പോയിട്ടില്ല. നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്ത് ഒരാൾ മാത്രമാണ് കുറഞ്ഞു പോയത്. ബാക്കിയെല്ലാം കേരള കോൺഗ്രസ് തന്നെ സംബന്ധിച്ചോളം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് ഏത് തരത്തിലാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായത്, ഏത് തരത്തിലാണ്, അതാണ് ഇനി പരിശോധിക്കേണ്ടത്. വികസനവുമായി ബന്ധപ്പെട്ട് ഒരു വികാരം ഉണ്ടായോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വികസനം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ വികസനം ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റാതെ പോയതാണ്, അല്ലെങ്കിൽ ഒരു ജനീയ മുഖം കൊടുക്കാൻ പറ്റാതെ പോയതാണ്. ഇതൊക്കെ ചർച്ച അത് ഞാൻ പറഞ്ഞല്ലോ, പല അഭിപ്രായങ്ങൾ വരും. അതൊക്കെ താഴെത്തട്ടിൽ പോയി അത് പരിശോധിച്ച് നോക്കിയാൽ ഒന്നും വന്നില്ല എന്ന് ഞാൻ പറയല. കൃത്യമായി ഒരു അനുകൂലമായി ഒക്കെ ചില മേഖലകളിൽ നമുക്ക് ലീഫിന് കിട്ടിയിട്ടുണ്ട്, ചില മേഖലയിൽ അത് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അണികൾ പാർട്ടി അണികൾ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയാണെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് അതെന്താന്നുള്ളത് CPM തന്നെ വിലയിരുത്തേണ്ടതാണ്. കാരണം ഞങ്ങളും വിലയിരുത്തും. സംശയമല്ല, അങ്ങനെ ഒരു അഭിപ്രായം കമ്മിറ്റിക്കകത്ത് വന്നു, അത് താഴെത്തട്ടിൽ പോയി പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് കണ്ട് ഞാൻ വായിച്ചല്ലോ ടോട്ടൽ വോട്ട് എത്രയാണ്. ആ ടോട്ടൽ വോട്ടിൽ കുറവ് എന്ന് പറയുന്നത് 2 ആ ടോട്ടൽ വോട്ടിൽ കുറഞ്ഞു പോയത് 2.2% മാത്രമാണ്. അല്ല, കേരള കോൺഗ്രസിന്റെ വോട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. 2 കഴിഞ്ഞ പ്രാവശ്യം 2021 വോട്ടും ഇപ്പോഴുള്ള വോട്ടുമായി 2.2% മാത്രമാണ്. അതാണ് ഞാൻ ആദ്യമേ വായിച്ചു കേൾപ്പിച്ചത്. അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞത് ആ അതുപോലെ സാധാരണക്കാരെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർമാർ അവരാണല്ലോ സൈലന്റ് ആയിട്ട്. അങ്ങനെയാണ് അവരുടെ വോട്ടുകൂടെ കിട്ടുമ്പോഴല്ല നമുക്ക് ജയിക്കാൻ കഴിയും. അതല്ലാതെ അപ്പുറത്ത് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിലോ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ മാത്രമായിട്ട് ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ കഴിയില്ല. ഇപ്പോൾ അവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ അവിടെ 8 സ്ഥാനാർത്ഥി 7 ജയിച്ചു. ആരുടെ ബലം ഉണ്ടാകും? നിന്നും ആരാന്ന് സ്ഥാനാർത്ഥി നോക്കിയോ? ഇല്ലല്ലോ. UDF ജയിച്ചു. അതിലൊന്നും അഹങ്കരിക്കേണ്ട കാര്യമൊന്നും.